ടി ജി മോഹൻദാസിന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 ന്യൂസിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ചർച്ചയുടെ ഇൻട്രൊഡക്ഷൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങളെ ഹാഷ്മിയാണ് ഇത് നടത്തുന്നത്. ഹാഷ്മിയുടെ ഇൻട്രൊഡക്ഷൻ കേൾക്കുന്ന സമയത്ത് നമ്മൾക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും. ഹാഷ്മിയെ പോലെയുള്ള ആളുകൾക്ക് സംഘപരിവാറിനോട് ഏതെല്ലാം തരത്തിലുള്ള എത്രത്തോളം വലിയ രീതിയിലുള്ള വിരോധവും വിദ്വേഷവും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ടി ജി മോഹൻദാസിനെതിരെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വൈകിപ്പോയി നടപടി എന്നാണ്. കാരണം വൈകിപ്പോയതിന്റെ പേരിലാണ് അങ്ങേർക്ക് ജാമ്യം കിട്ടിയത്. ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഇങ്ങനെയൊന്നും പോരാ, ഇതിനു മുന്നേ തന്നെ നടപടി എടുത്തുകൊണ്ട് പോകണമായിരുന്നു. അർജുനായങ്കിയെ ഇവിടെ അന്വേഷിച്ച് നടന്ന സമയത്ത് ഈ പറഞ്ഞ ടി ജി മോഹൻദാസിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസിനും സർക്കാരിനും കഴിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. പോലീസും സർക്കാരും ശക്തമായിട്ടുള്ള നടപടി ഇങ്ങേര് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വകുപ്പുകളാണല്ലോ ചാർത്താനായിട്ട് പറ്റുകയുള്ളൂ. ആ വകുപ്പുകൾ കൃത്യമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ചാർത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം ഒരു കാര്യം മനസ്സിലാക്കുക, ടി ജി മോഹൻദാസിനെ പോലെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ വീണ്ടും വിചാരത്തോടു കൂടി പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഭാഗം കൂടി കേൾക്കാനായിട്ട് കോടതി കൃത്യമായിട്ട് നിൽക്കും. അതിലൊരു സംശയമില്ല. ഇവിടെ മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ മൈക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തകരുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ള ഷാജിയെ പോലെയുള്ള ആളുകൾക്കെതിരെ ഇതുപോലെ ഒരു ഘോരഘോരം ഇൻട്രൊഡക്ഷൻ ഒന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല, ഒരു ചർച്ചയും കണ്ടിട്ടില്ല. അതിനോടൊന്നും ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. ഏതെല്ലാം തരത്തിലുള്ള ഈ പല ലഹരി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം പരിപാടികൾ അല്ലെങ്കിൽ ഓപ്പറേഷനുകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഇതിന്റെ ഒരു ചാപ്റ്റർ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്, നല്ലതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എപ്പിസോഡ് തയ്യാറാക്കാനായിട്ട് ഇവരാരെങ്കിലും തയ്യാറാകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ISIS പ്രവർത്തകൻ ഇവിടെ അറസ്റ്റിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തകൻ അറസ്റ്റിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ PFI പോലെയുള്ള നിരോധിത സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചകളോ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ സ്പ്രെഡ് ആയത്, അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയ്ക്കും സ്വാധീനം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ അന്വേഷിച്ചു പോകാനൊന്നും ഹാഷ്മിയെ പോലെയുള്ള ആളുകൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. താല്പര്യം എന്താണ്? സംഘപരിവാറിനും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രസ്താവനകൾ നടത്തിയാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട അന്ത്യചർച്ചകളായി ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ വലിയ രീതിയിലുള്ള പിന്തുണയോട് കൂടിയിട്ടാണ് ഇവിടെ സർക്കാരുകൾ പ്രവർത്തിക്കുന്നതെന്നും ഇവിടെ മുഖ്യമന്ത്രി VD സതീശനെ അടക്കം RSS സ്വയം സേവകനാക്കുന്ന തരത്തിലേക്ക് സംഘിയാക്കുന്ന രീതിയിലേക്ക് VD സതീശനും തമ്മിൽ എത്ര ഇനി ദൂരം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി ഈ നാട്ടിൽ ഇത്രയും കാലം പ്രവർത്തിക്കുന്ന സമയത്ത് ഇങ്ങേര് ഏതെല്ലാം തരത്തിൽ ഇവിടെ പ്രീണന രാഷ്ട്രീയം നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പോഴും എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾക്കെല്ലാം കൃത്യമായിട്ട്. പക്ഷെ ഇവിടെ എന്ത് ഒരു തേങ്ങ വന്ന് കിണറ്റിൽ വീണാലും ആ കിണറും തെങ്ങും എല്ലാം സംഘപരിവാറാണ് എന്നുള്ള രീതിയിലേക്ക് കാണുന്ന തരത്തിലേക്കാണ് ഇവിടെ ഹാഷ്മിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹാഷ്മി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള കരച്ചിലുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കരഞ്ഞാലും കാര്യമില്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെ കേരള പോലീസ് ഈ ടി ജി മോഹൻദാസിന്റെ ജാമ്യം തടയാൻ വേണ്ടിയിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ടി ജി മോഹൻദാസ് ഒളിവിൽ പോകുമെന്ന്. ഒളിവിൽ പോകാനായിരുന്നെങ്കിൽ ഇത്രയും നാളായിട്ട് ടി ജി മോഹൻദാസിന് പോകാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഇവിടെ P ജയരാജനെ പോലെയുള്ള CPM-ന്റെ നേതാക്കന്മാർ കണ്ണൂർ നടത്തിയിട്ടുള്ള കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാനും CBI അടക്കം അറസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നെഞ്ചുവേദനയാണെന്നും എനിക്ക് തലകറക്കമാണെന്നും പനിയാണെന്നും ഛർദിയാണെന്നും ആംബുലൻസ് വരണമെന്നെല്ലാം രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ജാമ്യത്തിനും അല്ലെങ്കിൽ കീഴടങ്ങാൻ പോലും തയ്യാറാകാത്ത സമയത്താണ് ടി ജി മോഹൻദാസ് ഇതുപോലെ CJP-യുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ട് ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്ന സമയത്ത് ആ കേസിനെ തലയിലേറ്റാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിച്ചോടാനോ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാനോ ഒന്നും ഈ പറയുന്ന ടി ജി മോഹൻദാസ് ഇത്രയും സമയമായിട്ടും തയ്യാറായിരുന്നില്ല. ഇത് തന്നെയാണ് ടി ജി മോഹൻദാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാമ്യ അപേക്ഷയിൽ പോലീസിനെതിരെ കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ എന്തിനാണ് ഇതുപോലൊരു പ്രസ്താവന അല്ലെങ്കിൽ കോടതിക്ക് മുന്നാക്കി വെക്കുന്നത്? ഈ പറയുന്ന ടി ജി മോഹൻദാസിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് എവിടുന്നാണ്? അദ്ദേഹം ഒളിവിലായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ്. സ്വന്തം വീട്ടിൽ ഒളിവിൽ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കോടതിക്ക് സാധിക്കുമോ? ഈ പോലീസ് ടി ജി മോഹൻദാസിനെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അങ്ങേര് അവിടെ ചായയും കുടിച്ച് സുഖമായിട്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ ഇതുപോലെയുള്ള കലാപരിപാടികൾ നടത്തിക്കൊണ്ട് കോടതിക്ക് മുന്നിൽ നാടകീയ
കൃത്യമായിട്ടുള്ള പ്രസ്താവനകളും ചോദ്യചിഹ്നങ്ങളും ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ കേരള പോലീസ് അടക്കം മുന്നോട്ട് വന്നത്. ഈ കേരള പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും ഇങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാപ്രകളായിട്ടുള്ള ഈ ഹാഷ്മിയെ പോലെയുള്ള ആളുകൾക്ക് ഉപദേശിക്കുകയായിരുന്നില്ല. അപ്പോൾ ഈ മാപ്ര പരിപാടി നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് നടത്തുന്ന ഹാഷ്മിയെ പോലെയുള്ള ആളുകൾക്ക് സംഘപരിവാർ വിരോധമല്ലാതെ മറ്റൊരു പരിപാടിയും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്രത്തോളം സംഘപരിവാർ വിരോധം ഇവിടെ വാരി എറിഞ്ഞാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കോടതിക്ക് മുന്നിൽ സത്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. CJP എന്ന് പറയുന്ന പാറ്റ സമരക്കാർ ദില്ലിയിൽ കാണിച്ചിട്ടുള്ള അക്രമ സമരങ്ങൾ എന്താണെന്നുള്ളത് കൃത്യവും വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലി പോലീസ് എടുത്തിരിക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിൽ, പുറത്തു വന്നിരിക്കുന്ന വീഡിയോകളുടെ അടിസ്ഥാനത്തിലും എല്ലാം വ്യക്തമാണ്. ഈ ദില്ലിയിലെ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് എവിടുന്നെയാണ് ഇതുപോലെ മെട്രോ നഗരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനമുള്ള ഒരു പ്രദേശത്ത് ഇത്രയും കല്ലുകൾ ലഭിക്കുന്നത് എങ്ങനെയാണ്? പുറത്തുനിന്ന് സ്വന്തം ബാഗുകളിൽ നിറച്ച് കല്ലുകൾ ആയിട്ടാണ് ഈ പറയുന്ന ആളുകൾ എത്തിയത്. അവർ പോലീസിന്റെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നു, നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കല്ലെറിയുന്നു, വ്യാപകമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്നു, CCTV അടക്കമുള്ള പൊതുമുതലുകൾ നിരന്തരമായിട്ട് നശിപ്പിക്കുന്നു. എത്രയോ വാഹനങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളെല്ലാം അടിച്ചു തകർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ഒരു സമരം ഇത് ഈ അടുത്ത കാലത്തൊന്നല്ല, അല്ലെങ്കിൽ ഇതിനു മുന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മക്ക് പറയുന്നു, പ്രധാനമന്ത്രിക്ക് എതിരെ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ പറയുന്നു, പച്ചത്തെറികൾ വിളിക്കുന്നു, അശ്ലീലമായിട്ടുള്ള പിക്ചറുകൾ കാണിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പട്ടി ഷോ കാണിക്കാൻ വന്നിട്ടുള്ള ഇവിടെയുള്ള വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു വിഭാഗത്തിന്റെ അതിഭീകരമായിട്ടുള്ള രീതിയിൽ ഒരു അക്രമ സമരം കണ്ട സമയത്ത് TG മോഹൻദാസിനെ പോലെ വർഷങ്ങളോളം ഈ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ പല രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഈ അഭിപ്രായത്തിന്റെ പേരിൽ കാലാകാലങ്ങളോളം ഇദ്ദേഹത്തെ ജയിലിലിടാമെന്നാണ് ഈ ഹാഷ്മിയെ പോലെയുള്ള ആളുകൾ കരുതിയിരുന്നെങ്കിൽ അത് വെറും നിങ്ങളുടെ ഒരു ആഗ്രഹം മാത്രമാണ്. ഒരു കാരണവശാലും ഇതുപോലെയുള്ള കലാപരിപാടികൾ നടക്കില്ല. നമ്മുടെ രാജ്യം എന്നും ഈ പറയുന്ന സമരങ്ങളുടെ രാജ്യമായിട്ടാണ്, സമര പോരാട്ടങ്ങളുടെ രാജ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. ലോകം മുഴുവൻ ഭാരതത്തിനെ അങ്ങനെ തന്നെയാണ് അറിയുന്നത്. വീര സവർക്കർ അടക്കമുള്ള വലിയ വലിയ വിപ്ലവകാരികൾ പല രീതിയിലുള്ള സമര പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അസഭ്യ വർഷം ചൊരിഞ്ഞിട്ടുള്ള ഒരു സമരവും ഇത്രയും കാലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് വീഡിയോകളും പിക്ചറുകളും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ദില്ലിയിലെ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് CJPയുടെ പാറ്റകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാറ്റ സമരവും രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള ശ്രമവും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്ന കാഴ്ചപ്പാടും ഉമ്മർ ഖാലിദിനെ പോലെയുള്ള ആളുകളെ റിലീസ് ചെയ്യണം എന്ന് പറയുന്ന കാഴ്ചപ്പാടും ഇത് നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അതിനെതിരെ ഒന്ന് സംസാരിക്കാനായിട്ട് ഈ മാപ്രകളായിട്ടുള്ള ഹാഷ്മി അടക്കമുള്ള ആളുകൾക്കൊന്നും താല്പര്യമില്ല. അപ്പൊ ഹാഷ്മി ഇപ്പോൾ ഈ പറയുന്ന ഇൻട്രൊഡക്ഷനിൽ വലിയ രീതിയിൽ പൊട്ടിക്കരയുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമാണ്. നിരന്തരമായിട്ട് തോൽവികൾ ഏറ്റുവാങ്ങാൻ വീണ്ടും ഹാഷ്മിയെ പോലെയുള്ള ചന്തുമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. TG മോഹൻദാസിനെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റും സാമൂഹ്യ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ സ്വയം സേവകനുമായിട്ടുള്ള വ്യക്തിയെ നിരന്തരം കാലാകാലങ്ങളോളം ജയിലിൽ അടച്ചിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഹാഷ്മിയെ പോലെയുള്ള ആളുകൾക്ക് നിരാശ മാത്രമേ ഈ സമയത്ത് പകർന്നു നൽകാനുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ഇവിടെ മാധ്യമങ്ങൾ ഇരുന്നു കൊണ്ട് TG മോഹൻദാസിനെതിരെയോ സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഏതെല്ലാം രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയാലും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള റീച്ച് കിട്ടി എന്നുള്ളത് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. മതമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും സുഖമായിട്ട് മട്ടൻ ബിരിയാണിയും കഴിച്ചിട്ട് പല സ്ഥലങ്ങളിലും സുഖമായിട്ട് ഉണ്ടുറങ്ങി ജീവിക്കുന്ന ഒന്നും ഈ ഹാഷ്മിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു വിഷയങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.